അപ്പം നമുക്കിന്ന് ഉച്ചയൂണ് റെഡിയാക്കിയാലോ. ഇന്ന് നമുക്ക് നല്ല മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇന്ന് നല്ലൊരു മത്തി വറവലായാലോ നോക്കാം. അപ്പോൾ ഇന്ന് ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നല്ല മഴമേഘം ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോ, ക്ഷമിക്കുക. നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചം കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെയിലൊന്നും ഇല്ല ഇന്ന്, അത്യാവശ്യം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പം ഉച്ചത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. എന്തായാലും മത്തി വറുക്കാൻ റെഡിയാക്കാം. മത്തി വറവലിൻ്റെ ഐറ്റംസൊക്കെ എടുക്കട്ടെ. നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി പേസ്റ്റ് രൂപത്തിലാക്കിയ ഈ ഒരു അരവ് നമ്മൾ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നിവിടെ മുളകും തിരുമ്മിയും കൊണ്ട് നിൽക്കാൻ സമയമില്ല കേട്ടോ. നല്ല വിശപ്പാണ്. വിശപ്പിനനുസരിച്ച് തന്നെ എനിക്ക് ഈ മീനിങ്ങനെ അരവ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട് വിശന്നിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. സാധാരണ വാളംപുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട് വറുക്കുമ്പോൾ തന്നെ. വറുക്കാനെടുക്കുന്ന മീനിൽ ഇന്ന് ഞാൻ ചെറുനാരങ്ങ നീരാട്ടോ ഒഴിക്കുന്നത്. നമുക്ക് അരവ് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇന്ന് ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട് കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി. ഇന്ന് മീൻ വറുക്കൽ മാത്രമല്ല കേട്ടോ, മൊത്തത്തിലുള്ള വിശേഷങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കരിവേപ്പിൻ്റെ കൂടി ആഡ് ചെയ്യട്ടെ. എത്ര വിശന്നാലും നല്ല ടേസ്റ്റ് കഴിക്കണമല്ലോ. അങ്ങനെ നമുക്കൊന്ന് വറുത്ത് എടുത്തിട്ട് വരാം മീനെ. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, നമുക്ക് ചിലപ്പോൾ ക്ഷമയില്ലാത്ത സമയത്തായിരിക്കും ഓരോ പ്രശ്നങ്ങൾ നമുക്ക് വരിക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇതാ ഗ്യാസ് കത്തിക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് കത്തുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ ലൈറ്ററിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിൻ്റെ കപ്പാസിറ്റി തീർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്നാൽ വാങ്ങായിരുന്നു നമുക്ക് ടൗണിൽ പോയ സമയത്ത്. അപ്പോൾ എന്തായാലും കൂട്ടത്തിൽ കുറച്ച് എണ്ണയൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാം ഓയിൽ വാങ്ങാറുണ്ട്, വെളിച്ചെണ്ണയും വാങ്ങാറുണ്ട് കേട്ടോ. നല്ല വറുക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് പാം ഓയിൽ ശകലം ഒഴിക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് മത്തി വറുത്തെടുക്കാൻ നോക്കട്ടെ ഞാൻ. എന്താ ഈ എണ്ണയൊക്കെ വില അല്ലേ? എങ്ങനെയും മനുഷ്യന്മാർ ജീവിക്കുക? വരുമാനം അല്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ 1000 രൂപ കൊണ്ട് കടയിൽ ചെന്ന് ഒന്നുമില്ല, 5 പൈസ തിരിച്ചു കൊണ്ടുവരാനുണ്ടാവില്ല. നമ്മളായിരിക്കും വണ്ടിക്ക് എണ്ണ അടിക്കുക, 50 രൂപയെങ്കിലും ബാക്കി കിട്ടുന്നു. ഒന്നുമില്ല, വെറുതെ എണ്ണ കേട്ടോ. അങ്ങനത്തെ ചിന്താഗതിയൊന്നും വേണ്ട അല്ലേ. എനിക്ക് ഈ എണ്ണ കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്തില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അത്ര എണ്ണ ഇനി എത്ര ദിവസം ഉണ്ട്. ഒഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത് വാങ്ങണ്ടേ. നമുക്ക് നമ്മുടെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ നിറച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷെ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിങ്ങനെ പടയാൻ തുടങ്ങും, ഇനിയിപ്പോൾ ഇതെല്ലാം വാങ്ങണ്ടേന്ന് അല്ലേ. എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനായിരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മുടെ പാൻ അടുപ്പത്തായിട്ടുണ്ട്. ഗ്യാസിൻ്റെ മേലെ കയറ്റി ഇനി നമുക്ക് എണ്ണ നന്നായി തിളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ ഇല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കരയാതിരിക്കാൻ. പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ വാരി അങ്ങോട്ട് ഇട്ട് തന്നെ ഓരോരുത്തരെ അങ്ങോട്ട് ഫ്രൈ ആക്കുക. എന്താ എനിക്ക് ഇന്ന് എത്ര ദേഷ്യം വരുന്നതെന്നറിയോ. വിശന്നിട്ട് എനിക്ക് കണ്ണാണാൻ വയ്യ, അതാണ്. അപ്പം ദേഷ്യം വരുന്നത് മാത്രമല്ല കേട്ടോ, വിശപ്പ് എങ്ങനെ സഹിക്കൂല്ലേ നമ്മളൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അതൊരു രോഗമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒട്ടും സഹിക്കാൻ വയ്ക്കില്ല. ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ കഴിക്കാമെന്നും കൂടി വിചാരിച്ചാൽ ആ പണി നീങ്ങത്തേയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മത്തിയും സാമ്പാറും ചോറും പിന്നെ മുട്ടക്കോസ് തോരനുമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ സാമ്പാർ വെച്ചപ്പോഴേ വിചാരിച്ചു ഇന്ന് പോയിട്ട് എന്തായാലും വേണ്ട മത്തി വാങ്ങിയിട്ട് വരാമെന്ന്. അപ്പം നമ്മുടെ മത്തി അവിടെ അങ്ങോട്ട് സെറ്റാവട്ടെ. അതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്, അതും പറഞ്ഞിട്ട് എൻ്റെ കുടുംബങ്ങളൊന്നും വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഈ പരിപാടി എന്താണെന്നുള്ളതല്ലേ, ഇന്നലത്തെ കറി വെച്ച ചട്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുറത്തൊരു നായ്ക്കുട്ടനുണ്ട്. അപ്പോൾ അവന് ഞാൻ ഈ ചട്ടിയിലിട്ട് ചോറ് പെനച്ചിട്ട് വയറ് നിറയ്ക്കാനുള്ള പരിപാടി. അവൻ്റെയും വയറ് ഫുള്ളാവട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നന്നായിട്ടൊന്ന് പെനച്ചിട്ട് ഒരു പാത്രം ചോറ് അവന് കൊടുത്ത് അവൻ സെറ്റായില്ലേ. എവിടെയൊന്നും അല്ല കേട്ടോ കാര്യം ഈ ഉരുളി എനിക്ക് തേച്ച് വൃത്തിയാക്കേണ്ട ഒരു കടമ ഉണ്ടല്ലോ. അതൊന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും മിക്കവാറും എൻ്റെ വിശപ്പൊക്കെ പമ്പ കിടക്കും. കാരണം അടുപ്പത്ത് വെച്ച ചട്ടിയാണ് കേട്ടോ അത്. ഈ അടുപ്പത്ത് വെച്ച ഉരുളിയും ചട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുമ്പോഴേക്കില്ലേ നമുക്ക് അത്യാവശ്യം ആരോഗ്യം വേണം ഇപ്പം. കാര്യം അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. ഞാൻ എന്തായാലും പോയിട്ട് ഈ ഉരുളിയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയ ചോറൊന്ന് നമ്മുടെ പെണ്ണിന് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ പുറത്തുള്ള ആളെ
എന്തായാലും അവരുടെ വയറും കൂടി നിറയുമ്പോൾ നമ്മളും ഡബിൾ ഹാപ്പി അല്ലേ. നമ്മുടെ വയറ് വിശക്കുന്നത് പോലെ തന്നെ അവർക്കും ടൈം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം അവർക്ക് ഇത്തിരി ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പം നിങ്ങളാരും തട്ടി നീക്കി എൻ്റെ വീഡിയോ കളഞ്ഞു പോകരുതേ, കാണണം. കാരണം എനിക്ക് ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് എനിക്കുള്ള എൻ്റെ കുടുംബങ്ങളെല്ലാം വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ വീണ്ടും ഞാൻ അടുത്തടുത്ത് വീഡിയോ ഇട്ട് വരും. ഇനി ഒരു ദിവസം പോലും എന്തായാലും ഞാൻ ഡിലേ ആക്കില്ല വീഡിയോ, ഉറപ്പാണ്. ഈ മടി മനുഷ്യനെ വല്ലാത്തൊരു അവസ്ഥയ്ക്ക് എത്തിക്കൂലേ. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാട്ടോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. എങ്ങനെ ഈ യൂട്യൂബേഴ്സൊക്കെ വീഡിയോസ് ഇടുന്നതെന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഉരുളിയിലൊന്നും മല്ലിക്കെട്ടട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കഴുകാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം അപ്പം നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇതാ ഉരുളി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, സുന്ദരനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സമാധാനമായി. അപ്പം നമുക്കിനി മീൻ അടുത്ത സെക്ഷൻ കൂടിയും വറുത്തെടുക്കുകയാണ്. ഏതായാലും ആയില്ലേ, എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ ഇന്നത്തെ ഉച്ചത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കഴിയും. പിന്നെ 4 മണിക്ക് ശേഷമുള്ള പണികളെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മുടെ അടുക്കളയിലത്തെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് വിളമ്പാല്ലേ. നല്ല സാമ്പാർ കേട്ടോ, വറുത്തരച്ച സാമ്പാറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചോറും പിന്നെ നല്ല മത്തി വറവലും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഈ മത്തിക്കൂട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഞാനിതിന് മുന്നേക്ക് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിനെല്ലിക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടവർക്ക് മനസ്സിലാവും ഇത് അതേ ഭരണി അതേ അരിനെല്ലിക്കയാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ, ഉപ്പും മുളകും പിന്നെ ആ അരിനെല്ലിക്കയും കൂടി ആ വെള്ളം കിട്ടിയാൽ നമുക്ക് ചോറുണ്ണാം. അത്ര രുചിയായി. ഏറെക്കുറെ ഒരു മാസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട്. എന്തായാലും ഉച്ച ഊണ് ഇന്നത്തെ കുശാലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളുമായിട്ട് മറ്റൊരു ദിവസം വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഓക്കെ, ബായ്.